ഓക്കെ. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഗ്യാങ്ങിൽ അവർ സപ്പോർട്ട് ചെയ്തതും ഗ്യാങ് ഇതിൽ വാറിൽ ഇറങ്ങി കളിച്ച എല്ലാവർക്കും എൻ്റെ വക ബിഗ് ഡബ്ല്യു. അപ്പോൾ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം നമ്മളെ ഗ്യാങ് ഫണ്ട് എത്ര ഉണ്ട്? ഗ്യാങ് ഫണ്ട് കളക്ട് ചെയ്യാൻ തുടങ്ങിയില്ല. അതെന്താ? എങ്ങനെ? ഓക്കെ ഓക്കെ. നമുക്ക് അതിന് ശേഷം ഒരു ടാർഗറ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഗ്രൈൻഡ് ചെയ്ത് ആ ടാർഗറ്റിലേക്ക് എത്തിക്കേണ്ടതെന്ന്. അപ്പോൾ ഇത് തുടങ്ങുമ്പോൾ ഞാൻ അതിൻ്റെ അത്രയും ടാർഗറ്റ് എന്നുള്ള കാര്യം ഞാൻ സംസാരിക്കാം ആ സമയത്തേക്ക്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും ഇതാക്കണം. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിവിടെ എന്താ പറയുക, ശക്തരായി തുടരുക എന്ന് മാത്രമുള്ളതല്ല, നമ്മളിവിടെ മികച്ചതായി തുടരുക എന്നുള്ളത്. അതായത് ഏറ്റവും എന്താ പറയുക, ഈ ഗ്യാങ് ഇതിൽ നമ്മൾ ഒരു എന്താ പറയുക, ഒരു ട്രേഡ് മാർക്ക് ഇവിടെ ഉണ്ടാക്കണം. ഈ MRG എന്ന് പറയുന്നത് ചുമ്മാ ഇങ്ങനെ ഒരു ഗ്യാങ് അല്ലാന്നും ഇങ്ങനെ പല ഇതും നമ്മളെ കുറിച്ചുണ്ട്, പല ആക്ഷേപങ്ങളും പല ഇതും നമ്മളെ കുറിച്ചുണ്ട്. എന്താ ഇത് പൊട്ടൻ ഗ്യാങ്, മറ്റേ ഗ്യാങ്, ഇത് പല ആക്ഷേപങ്ങളും ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് ഞാൻ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് ഇത് മാക്സിമം റെഡിയാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് നോക്കും. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ തന്നെ നമുക്കൊരു ജേണി ആയിട്ട് പോയി എല്ലാവർക്കും കൂടി ഒരുമിച്ച് നമുക്കെന്താ പറയുക, ഈ ഗ്യാങ് വളർത്തി ഒരു ഹയസ്റ്റ് പൊസിഷനിലേക്ക് ഇത് എത്തിക്കണം. ഇതാണ് എൻ്റെ ഒരു എയിം. ഐ തിങ്ക് നിങ്ങളെല്ലാവരും എയിം ഇത് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആണോ? അപ്പോൾ അതാണ് നമ്മളിത്. അതിന് വേണ്ടിയിട്ട് ആർക്കും എന്ത് സജഷൻ വേണമെങ്കിലും എന്ത് സംഭവം വേണമെങ്കിലും പറയാം. നിങ്ങൾക്ക് ഓരോരാൾക്കുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാം. എന്തെല്ലാം ഇതിൽ മാറ്റം വരുത്തണം, എന്തെല്ലാം കാര്യങ്ങൾ ഇതാക്കണം. പിന്നെ നാളെ കോ-ലീഡർ ആരാന്നുള്ളത് ചിലപ്പോൾ ഞാൻ പ്രഖ്യാപിക്കും. ചിലപ്പോൾ അത് തീരുമാനം നമ്മൾ എല്ലാവരും കൂടി, ഞാനും ഷെയ്ക്കും മാക്കും കൂടി ഒരു തീരുമാനം എടുത്തിട്ട് അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും, ഉചിതമായൊരു തീരുമാനം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും സജഷൻസ് ഉണ്ടെങ്കിൽ എന്തൊക്കെ പറയാം. അതായത് ഇത് മാറ്റണം, ഇത് ഇതാക്കണം, നിങ്ങളെ എന്ത് സജഷൻ ആണെങ്കിലും നമുക്ക് അത് എല്ലാവർക്കും ഒത്തുപോകുന്നതാണെങ്കിൽ നമുക്ക് അത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. സജഷൻ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾ നിങ്ങളെ പോലെ ഇരിക്കുക. പലരും പറയും ലീഡർ തന്നെയാണ്. നമ്മൾ പറഞ്ഞിട്ട് വെച്ചാൽ ഷണ്ണാണ് ലീഡർ എന്നാണ്. നമുക്ക് ഒരു എതിർപ്പുമില്ല, ഒന്നുമില്ല. ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ഞാൻ പറയുന്നത് എന്നെ പൊക്കി പറയൽ മാത്രമല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്യാങ്ങിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്ക് നമുക്ക് ഇതാരും ഈ പൂച്ചക്കുട്ടിനെയും കൊണ്ട് കളിക്കുന്നത്, ഈ ഗ്യാങ്ങിൽ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുമോ, ഇതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, ഈ MRCനെ ഹയസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കാര്യം, ഇത് തെറ്റാന്ന്, ഇവർ ചെയ്യുന്നത് തെറ്റാന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഇഷ്യൂസോ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് നേരിട്ട് വന്ന് പറയാം. ഞാനിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആയിക്കൊണ്ട് മാത്രം സീരിയസ് ആണ്. അല്ലാത്ത സമയത്ത് ഞാൻ പഴയ ഷമീർ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ പറയാം. പറയണ്ടോ? നമുക്ക് പോയി ശരിയാക്കാം. ഒറ്റയടിക്കല്ല ഒറ്റ ശരിയാക്കാൻ പറ്റുന്ന. അതെ. ഇന്ന് നമ്മളൊരു എന്താ പറയാ, ഒരു മുദ്ര നമ്മൾ പതിപ്പിച്ചു അല്ലേ ബോയ്സ്? നമ്മൾ ഇന്നൊരു മുദ്ര പതിപ്പിച്ചു. കാരണം അതെ, 3 വാറും നമ്മൾ ജയിച്ച ഒരു ചെറിയ കാര്യമല്ല. നിങ്ങൾ ചെയ്ത ഒരു ചെറിയ കാര്യമല്ല, അത് വലിയ സംഭവമാണ്. അപ്പോൾ ഇനിയും അങ്ങോട്ട് ഇതേപോലെ വാറുകൾ വരും, പലതും വരും. നമ്മളെ തകർക്കാൻ വേണ്ടി പല ശക്തികളും, പല ഗാങ്സും, പല ആൾക്കാരും വരും. പക്ഷേ നമ്മൾ ഒന്നും വിട്ടുകൊടുക്കൂല. നമ്മൾ പൊരുത തന്നെ ചെയ്യും. അത്രേ ഉള്ളൂ അല്ലേ? അതെ. അപ്പൊ ഇന്ന് പറഞ്ഞോ. കഴിയുമ്പോൾ സമയം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇന്നത്തെ വാർ ജയിച്ചതിന്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഡാൻസ് കളിച്ചാലോ? അതെ, കളിക്കാം. ഓക്കെ, എന്നാ അല്ല, എന്റെ വാക്കുകൾ ഞാൻ എന്നാ ചുരുക്കിയത്. വേറെ ആരാ സംസാരിക്കുന്നത്? കാഫി ബ്രോ. എന്താ പറയാനുള്ള ബ്രോ? താങ്ക് യു. ഓക്കെ, താങ്ക് യു. നമ്മളെ ഫാമിലിന്റെ ഒരു വെൽവിഷറാ. ഓക്കെ, താങ്ക് യു. ഒരു ഡാൻസോട് കൂടി നമുക്ക് ഇതാക്കാം. ഞാൻ എല്ലാരെയും ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യാമെന്ന് കൃപയാ പറഞ്ഞോളൂ. ഡാൻസ് കളിക്കണ്ട. നമ്മള് സത്യം പറഞ്ഞ നാളെയാണ് നമ്മള് സാറ്റർഡേ. നാളെയാണ് നമ്മള് ഈ പറയുന്ന കരിമീന്, പിന്നെ അതേപോലെ ബ്രൂസ്, മാൽപ്രോ, ഇവർ രണ്ടാളെ ഇൻവൈറ്റ് ചെയ്യാൻ കരുതിയത്.
പക്ഷെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഇവര് ആ ഓൺ ദ സ്പോട്ട് നമുക്ക് വേണ്ടി കേറിയിട്ട് ഈ വാറും ഫ്രീ വാറും എല്ലാം ഡബ്ല്യു ആരൊക്കെ? കെരിമീനും മാൽബ്രോ അല്ലേ? മാൽബ്രോ ഒഫീഷ്യലി ഒന്ന് വെൽക്കം ചെയ്യണം. ഇങ്ങനെ വെൽക്കം ചിലപ്പോ നാളേക്ക് ഉണ്ടാവില്ല. അപ്പം ലീഡർ ഉണ്ട്. അപ്പം നിങ്ങള് ഒന്ന് മുന്നോട്ട് വരണം. കരിമീനും ഓക്കെ ലീഡർ ഇതാണ് ബ്രൂസ്. സെറ്റ് ചെയ്ത് കയറുന്നത്. അതായത് സിറ്റിയിൽ ഉണ്ടായിരുന്നില്ല, ഇത് അറിഞ്ഞിട്ട് സിറ്റിയിലേക്ക് വന്നതാണോ? താങ്ക് യു ബ്രോ, താങ്ക് യു. അല്ല താങ്ക് യു പറയല്ല, ഇത് എന്താന്ന് വെച്ചാൽ ഇത് നമ്മളെ കടമയാണ്, ആസ് എ മെമ്പർ കടമയാണ്. പക്ഷെ ഇത് എന്താ പറയാ, അത് അത്രയും എഫേർട്ട് എടുത്ത് അത് ചെയ്തതിൽ വളരെയധികം താങ്ക് യു. ഇതാരാ? കരിമീനാണ് ഇത്? കരിമീന ഇന്ന് വന്നതിൽ വളരെയധികം സന്തോഷം. നീ ഓഫ്ലൈനാന്ന് പറഞ്ഞു, അപ്പൊ എന്നിട്ടും വന്നതിൽ സന്തോഷം. ഇനി ആരും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ, അതാ ഞാൻ പറഞ്ഞത് കരിമീൻ പറഞ്ഞ കാര്യം. അത് നമ്മളെ ഭാഗമാണ്, അത് നമ്മളൊരു എന്താ പറയാ, അത് നമ്മളെ ഭാഗമാണ്, അത് നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണ്. ഈ MRCനോടുള്ള നമ്മളെ ടീമിന് വേണ്ടി നമ്മൾ ഏത് സമയത്തായാലും എന്ത് ഇതിലാണെങ്കിലും നമ്മൾ വരുവാന്നുള്ളതാണ്. അത് നമ്മൾ അങ്ങനെ ഒരു താങ്ക്സ് കൊടുക്കേണ്ട ഒരു കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം അത് നമ്മളെ കടമയാണ്, നമ്മൾ അങ്ങനെ വേണം കാണാൻ. ഇതൊരു ഡ്യൂട്ടി, നമ്മളൊരു എന്താ പറയാ, അത്രയും പാഷനായിട്ട് നമ്മൾ ഇതിനെ കാണണം. അതെ, കമ്മിറ്റ്മെന്റ്. അതാ അതെ, അത്രേ ഉള്ളൂ. നമ്മളെല്ലാരും ഇവിടെ ബ്രദേഴ്സ് ആണ്, മനസ്സിലായി. നമ്മളെ ബ്രദേഴ്സിന് ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഓൺ ദ സ്പോട്ട് ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഓരോന്ന് ഒഫീഷ്യലി ഒന്ന് വെൽക്കം ചെയ്തേക്ക് നമ്മളെ ഫാമിലിക്ക്. ഓക്കെ, അപ്പൊ വെൽക്കമിങ് ഇതുവരെ കേറിയിട്ടില്ലായിരുന്നു സിറ്റിയിൽ. നാളെയാണ് നമ്മൾ ഒഫീഷ്യലി വെൽക്കം ചെയ്യാൻ നിന്നീനത്. അപ്പം സിറ്റുവേഷൻ വന്നോണ്ട് ഓരോ കേറിയതാ. അപ്പം വെൽക്കം ടു MRC മിസ്റ്റർ കരിമീൻ ആൻഡ് മാൽപ്രോ ബ്രൂസ്. എന്താ ശരിക്കും എന്താ വിളിക്കണേ? മാൽപ്രോ ആണോ ബ്രൂസ് ആണോ? ഓക്കെ. അപ്പോൾ വെൽക്കം ടു MRC ബ്രദർ. നിങ്ങൾ എന്താ പറയുക, ഈ പറഞ്ഞ നമ്മൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു, അത് ഇവർ പറഞ്ഞു തരും. അതുപോലെ നമുക്ക് എന്താ പറയുക, ഒരു ടീമായിട്ട് ഒന്നുമില്ല, ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ടീമായിട്ട് നമ്മളെ ഹയസ്റ്റ് പൊസിഷനിലേക്ക് MRCനെ നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ എയിം. അപ്പോൾ അത് എന്താ പറയുക, സന്തോഷത്തോടു കൂടി ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഡ്യൂട്ടിയായി കാണാണ്ട് ഒരു കമ്മിറ്റ്മെൻ്റായി നമ്മളെ ബ്രദേഴ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു എന്താ പറയുക, ഒരു ഇത് നമ്മളെ എന്താ നമുക്ക് ഒരിക്കലും ചെയ്യാം. അതായത് നമ്മളൊരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ബ്രദർ കുയ്യിലേക്ക് വീണ് മരിക്കുമ്പോൾ നമ്മൾ എന്തായാലും സഹായിക്കും. അത് നമ്മളെ ഇതാണ് എന്താ പറയുക, നമ്മളെ സോളിൻ്റെ ഉള്ളിലുള്ളൊരു കാര്യമാണ്. അതുപോലെ നമ്മളെല്ലാവരും ബ്രദേഴ്സായിട്ട് സോൾ ടു സോൾ അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഇത്ര. ഇനി റാംബോന്റെ എന്താ ഷേക്കും മറ്റേ ലീഡേഴ്സും കൂടെ ഒന്ന് ഇടുക എന്തായാലും. അപ്പൊ ഇട്ട് കഴിഞ്ഞു. ഞാൻ ഓൾറെഡി നേരത്തെ ഇട്ടായിരുന്നു. ഷമീർ ഒന്ന് വെൽക്കം ചെയ്തേക്കെ. T/war സ്പേസ് ഇട്ടിട്ട് വെൽക്കം മാൽപ്രോ ആൻഡ് കരിമീൻ. ഓക്കെ, വെൽക്കം മാൽപ്രോ MAALP. വെൽക്കം ടു MRC. അങ്ങനെ പറയാം, വെൽക്കം ടു MRC. എന്താ അങ്ങനല്ല, വെൽക്കം മാൽപ്രോ ആൻഡ് ടു MRC അങ്ങനെ ഒരേ ഉള്ളൂ. MALPRO. ഓക്കെ, മാൽപ്രോ ആൻഡ് കരിമീൻ. KARW ആണോ അല്ലെങ്കിൽ I ആണോ? WMIN ആണോ അല്ലെങ്കിൽ WEN? ഓക്കെ, ടു MRC. ഓക്കെ, ഇട്ടിട്ടുണ്ട്. ഷെയ്ക്കേ ഞാനോട്ടാണ്. എല്ലാരും ഒന്ന് വെൽക്കം ചെയ്യും. അല്ല, നമ്മളെ റാംബോന്റെ എന്താ? റാംബോ നാളെ കിട്ടിക്കൂടാ? അതെ,